നീതി സങ്കല്പങ്ങളുടെയും മനുഷ്യാന്തസ്സിന്റെയും പ്രതീകമാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ എന്ന് കെ.പി.സി.സി വൈസ് പ്രസിഡന്റ് വി.ടി. ബൽറാം പറഞ്ഞു. നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തൃത്താലയിൽ സംഘടിപ്പിച്ച അംബേദ്കർ ജയന്തി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലും ജാതീയത ശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യ. നിരന്തരമായ ആത്മനവീകരണത്തോടെ ജനാധിപത്യ മനസ്സിനെ രൂപപ്പെടുത്തുക എന്നത് മാത്രമാണ് മുന്നോട്ടു പോകാൻ വ്യക്തിക്കും സമൂഹത്തിനും മുന്നിലുള്ള വഴിയെന്നും വി.ടി. ബൽറാം കൂട്ടിച്ചേർത്തു. റഷീദ് കോഴിക്കര അധ്യക്ഷത വഹിച്ചു. കെ.പി.സി.സി നിർവാഹക സമിതി അംഗം സി.വി. ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡി.സി.സി സെക്രട്ടറി പി.വി. മുഹമ്മദ് അലി, ജില്ലാ പഞ്ചായത്ത് അംഗം ടി.കെ. സുനിൽകുമാർ, പട്ടികജാതി പട്ടികവർഗ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് ഇ. രാജൻ, ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി.വി. സുകുമാരൻ, എം. മണികണ്ഠൻ, വി. മുഹമ്മദ് കുഞ്ഞി, കുഞ്ഞുമോൻ മാവറ, പി.ടി. ഷംസുദ്ദീൻ, ഇ. രാജേഷ്, രേഖ മണികണ്ഠൻ, പ്രീത ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള നേതാക്കന്മാർ ആവർത്തിച്ച് ബാബാ സാഹിബിന്റെ ഓർമ്മകളെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു തരം കിട്ടിയാൽ അംബേദ്കറിനാൽ രചിക്കപ്പെട്ട ഇന്ത്യയുടെ ഭരണഘടന സമ്പൂർണമായി പൊളിച്ചെഴുതണം എന്നുള്ളതാണ് തങ്ങളുടെ നിലപാട് എന്ന് തുറന്ന് സമ്മതിക്കാനും തുറന്ന് പ്രഖ്യാപിക്കാനും അവർക്ക് മടിയില്ലാതായി വന്നിരിക്കുകയാണ്.